ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോ സാഗയാണ്. എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയ ഈജിപ്ഷ്യൻ മാംഗോ വെച്ചാണ് ഞാൻ മാംഗോ സാഗ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മാങ്ങയുടെ തൊലിയെല്ലാം പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇനി അത് പീസാക്കിയിട്ട് ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ പീസാക്കാൻ വേണ്ടി പോരെ. ഇത് നല്ല മാങ്ങ കേട്ടോ, നല്ല മണം, അടിപൊളി. ഞാൻ ഒരു പീസ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ മാംഗോ സാഗോ ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി പീസാക്കി ക്യൂബ് പോലെ ഇടാൻ വേണ്ടിയിട്ട് ഒരു പീസ് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലും ചൗവരിയും കൂടി ഇട്ടാണ് മാംഗോ സാഗോ ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ എൻ്റെ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ്. സാധാരണ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് അത്ര വലിയ രസമായിട്ട് തോന്നുന്നില്ല. അപ്പം നമ്മൾ കഴിക്കുമ്പോൾ എല്ലാം നമ്മുടെ ഹോം മെയ്ഡായിട്ട് കഴിക്കാൻ വേണ്ടി തേങ്ങ എടുത്തിട്ട് അത് അരച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് ഭയങ്കര ടേസ്റ്റായിട്ട് അതൊരു വെറൈറ്റി ആയിരിക്കും. സാധാരണ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളത് ക്യാനിൽ വരുന്ന തേങ്ങാപ്പാൽ എടുത്തൊഴിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്തത് ഇനി മാങ്ങ ചെത്തി കഴിഞ്ഞിട്ട് വെക്കേണ്ടത് സാഗോ പുഴുങ്ങുക എന്നുള്ള കാര്യമാണ്. ഈ സാഗോ എന്ന് പറഞ്ഞ സാധനം ചൗവരി എന്നുള്ള കാര്യം എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ലായിരുന്നു. ഒരുപാട് നേരം ദിവസം മുന്നേ ഇങ്ങനെ ഇത് ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ സാഗോ എന്താണെന്ന് എനിക്ക് പിടികിട്ടിയില്ലായിരുന്നു. എല്ലാ കാര്യവും ഗൂഗിളിൽ അടിച്ച് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച സാധനം എന്നാന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നതായിരുന്നു ഞാൻ. പക്ഷേ ഈ സാധനത്തിൻ്റെ കാര്യം മാത്രം ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ വെച്ച് നോക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. അപ്പോൾ ഈ അടുത്തിടയ്ക്കാണ് അങ്ങനെ നോക്കാലോ എന്ന് വിചാരിച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓർത്തില്ല സാധനത്തിൻ്റെ അതിട്ട് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഗൂഗിളിലൊന്ന് പോയി ഒന്ന് നോക്കിയാൽ മതിയായിരുന്നല്ലോ എന്നുള്ള കാര്യം. പക്ഷെ അതിനങ്ങോട്ട് അത്രയും ബുദ്ധി അങ്ങ് പോയില്ല. അപ്പം മാങ്ങ ഏകദേശമൊക്കെ ആയിട്ടൊന്ന് ചെത്തിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തുനിന്ന് പിന്നെ മാംഗോ തേങ്ങാപ്പാൽ മാത്രം പോരാ കേട്ടോ, മിൽക്ക് മെയ്ഡ് വേണം. അതും ഞാൻ അതിൻ്റെ കാര്യങ്ങൾ മറന്നത്. ചൗവരി തേങ്ങാപ്പാൽ, പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡ് അതും വേണം. അപ്പം ഞാൻ എൻ്റെ കൈ ഒന്ന് കഴുകട്ടെ, എന്നിട്ട് ഈ മാങ്ങ ചെത്തി കാണിച്ചു തരാം. അപ്പോൾ മാങ്ങ ചെത്തി കഴിഞ്ഞു. അപ്പോൾ ഇത് ഭയങ്കര കളറാട്ടോ. ഞാൻ ഇതിന് മുന്നേ ആയിട്ട് ഞാനൊരു ഇത് കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ പേരെന്നാ, ഈജിപ്ഷ്യൻ മാംഗോ, കിടുക്കാച്ചി മാങ്ങ. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര മധുരമുണ്ട്, ഭയങ്കര മധുരം. ഇതുപോലെ ഇതിൻ്റെ പറഞ്ഞ ഒരെണ്ണോടെ ബാലൻസ് ഇരിപ്പുണ്ട്. ഇത് ഞാൻ 2 ദിവസം കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അതുപോലെ തന്നെ തേങ്ങായും ഉണ്ട്. മാങ്ങ അതേ ഇങ്ങനെ ഇതിനകത്ത് രണ്ട് കളറായിട്ടോ കാണിക്കുന്നത്. ഇതിനകത്ത് ഈ കളറല്ല ഇതിനകത്ത് കാണിക്കുന്നത്. ഇതിനകത്തേക്കാൾ ഫോണിൻ്റെ ക്യാമറയിലേക്കാളും കുറച്ചുകൂടെ ഒരു 2 ഡബിൾ കളർ കൂടുതലുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് വെക്കട്ടെ, ഫ്രിഡ്ജിൽ വെക്കട്ടെ. എൻ്റെ ഐസൊന്നും പോയിട്ടില്ല, തേങ്ങയുടെ ഐസൊന്നും പോയിട്ടില്ല. അപ്പം അതൊന്ന് പോയിട്ട് കാണാം കേട്ടോ. അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്ന ചൗവരിയാണ്. ഈ ചൗവരി ശ്രീലങ്കൻ പ്രോഡക്റ്റാണ്, ശ്രീലങ്കൻ പ്രോഡക്റ്റ്. അപ്പം ഇതുപോലെ മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി. പറഞ്ഞ മാതിരി എന്താ പറയുക, സാധനമല്ല എന്താണെന്ന് എനിക്ക് അത്ര തോന്നിയില്ല. മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസം ആയാലും അതങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു ഇത് വന്നില്ല, മൂഡ് വന്നില്ല. അപ്പം ഇതിങ്ങനെ ഹോമിയോ ഗുളിക പോലെ ഇരിക്കുന്നത്. അപ്പം ഇതൊന്ന് കഴുകിയിട്ട് വേവിക്കാൻ വെച്ചിട്ട് കാണാം. കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ടപ്പോഴത്തേനും തരി മാറി വലുതാവാൻ തുടങ്ങി ബോൾസ്. ഇനി ഇത് വെന്ത് കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ ആവും തോന്നേ. ഓണാക്കാൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഓണായി. ഇനി അതൊന്ന് വെള്ളത്തിൽ കിടന്നപ്പോൾ തന്നെ കുറച്ചുകൂടെ അങ്ങ് വലുതാവാൻ തുടങ്ങി. കഴുകി കഴിഞ്ഞിട്ട് ശകലയുടെ വലുതാവാൻ തുടങ്ങിയിട്ട് തീരെ നൈസ് റവയുടെ അത്രയും സൈസിലുള്ള സാഗോ എന്നല്ല ചൗവരിയായിരുന്നു. അതിന് ഇംഗ്ലീഷിൽ സാഗോ എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കത് പിടികിട്ടിയില്ലായിരുന്നു.
അപ്പോൾ ഈ ചൗവരി നമ്മുടെ നാട്ടിൽ പായസത്തിനകത്തിടുന്ന സാധനം തന്നെയാണ്. പേര് മാറ്റി വന്നപ്പോഴത്തേനും അല്ലെങ്കിൽ ബോബ എന്നൊക്കെ ഇങ്ങനെ പറയും. കപ്പയുടെ തരിതരി പായസത്തിനകത്ത് കിടന്ന സാധനം തന്നെയാണ് ഇത്. ഇതൊന്ന് പുഴുങ്ങിയിട്ട് അതിൻ്റെ അകത്തെ സ്റ്റാർച്ച് അതിൻ്റെ കൊഴുപ്പെല്ലാം ഒന്ന് കളഞ്ഞിട്ട് വേണം നമുക്ക് മാങ്ങയുടെ കണ്ടൻസ് മിൽക്കിൻ്റെ അകത്തേക്ക് കൂടത്തിലൊക്കെ ചേർക്കാനായിട്ട്. ഇത് തിള വരുന്നുണ്ട്, ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. അത് സ്പൂൺ എടുത്ത് ഇളക്കി കാണിച്ചത് എന്തെങ്കിലും പ്രത്യേകം മനസ്സിലാവുള്ളൂ അതിൻ്റെ രൂപം മാറുന്നത്. ക്രിസ്റ്റലായിട്ട് ചില ഭാഗത്ത് ക്രിസ്റ്റലായിട്ടും ചില ഭാഗത്ത് വെള്ള കളറിലുമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ വെള്ള കളറ് തീരെ ചെറുതായിരുന്നു കഴുകാൻ നേരത്തെ. പുഴുങ്ങി തിളച്ച് വരുന്നത് വെന്ത് വരുമ്പോഴത്തേനും അതിങ്ങനെ ക്രിസ്റ്റൽ രീതിയിൽ വരുന്ന നോക്കണേ. കാണാമല്ലോ, നല്ല അടിപൊളിയായിട്ട് കണ്ടോ, ക്രിസ്റ്റലായിട്ട് വന്നുകൊണ്ടിരിക്കുക. വേകുമ്പോഴത്തേനും അത് ക്രിസ്റ്റൽ രൂപത്തിൽ കണ്ടോ. സ്പൂണേലോട്ട് തന്നെ നോക്കുമ്പോൾ ക്രിസ്റ്റലായിട്ട് വരുന്നത് കണ്ടോ. അതിൻ്റെ ആ വെള്ള കളർ മാറി മാറി ഇങ്ങനെ വരുന്നുണ്ട് ക്രിസ്റ്റൽ രൂപത്തിൽ. അതിൻ്റെ എല്ലാ ഭാഗത്തും വന്നുകൊണ്ടിരിക്കുന്നു. തീ ഒന്ന് കുറയ്ക്കട്ടെ, തീ കൂടി വെച്ചിരിക്കുന്നത്. വെച്ച ഉടനെ അങ്ങോട്ട് തീ കൂട്ടി അങ്ങ് വെച്ച് എല്ലാ ഭാഗവും വെന്ത് വരുന്നേ ഉള്ളൂ. ചില ഭാഗത്ത് വെളുത്ത് തന്നെ ഇരിപ്പുണ്ട്. ഇത് വെന്തെന്തോ, ഞാൻ ഓഫ് ആക്കട്ടെ. വെന്തിൻ്റെ രണ്ടാമത് വെള്ളം ഒഴിച്ച് അല്ലെ തീ വറുത്തൊരു വേവി. ഈ സാഗോ പുഴുങ്ങി കഴിഞ്ഞു. ഇനി അതിൻ്റെ അകത്ത് കൊഴുപ്പ് കളയുന്നത് എങ്ങനെയാണ്, ഈ അരിപ്പ വെച്ചാണ് കളയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കളയുന്നതെന്ന് നോക്കാം കേട്ടോ. ഇത് ഇച്ചിരി ഇങ്ങനെ ഇതിനകത്ത് നിന്ന് വെള്ളം പോവും. അത് കഴിഞ്ഞ് ഇതിങ്ങനെ എടുത്ത് ഇതിൻ്റെ അകത്ത് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ എടുത്ത് റണ്ണിങ് വാട്ടറിൽ ഇതിൻ്റെ കൊഴുപ്പ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊഴുപ്പ് ഭയങ്കര കട്ടിയായിരിക്കും. ആ കട്ടി അങ്ങ് പോകാൻ വേണ്ടി ഈ റണ്ണിങ് വാട്ടറിൽ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ ആ കൊഴുപ്പ് അങ്ങ് കളയും. ഇത് നല്ല വെള്ളം കേട്ടോ, ചീത്ത വെള്ളമൊന്നുമല്ല, നല്ല വെള്ളം. പൈപ്പിലെ വെള്ളമാണേലും നല്ല വെള്ളം. കുഴപ്പമില്ല. ഇത് പാത്രത്തിലോട്ട് ഇട്ടിടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇത് കഴുകിയ സാധനം പാത്രത്തിലേക്ക് ഇങ്ങനെ അമർത്തിയിടും. അപ്പോൾ ആദ്യത്തെ ഞാൻ എടുത്തതാണ് ഈ പാത്രത്തിൽ. നല്ല അടിപൊളിയായിട്ട് പുഴുങ്ങിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം, മിൽക്ക് മെയ്ഡ് വേണം, മാങ്ങായും വേണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുക്കുന്ന പുതിയ പാക്കറ്റ് ഇപ്പോൾ പൊട്ടിച്ചെടുത്ത് വെച്ചതേ ഉള്ളൂ. ഇനി ഇതേ തൊട്ടടുത്ത് തന്നെ തേങ്ങ ഇരിപ്പുണ്ട്. തേങ്ങ മിക്സ് ചെയ്യണം, പാലെടുക്കണം, മിൽക്ക് മെയ്ഡ് കൂട്ടണം. മാങ്ങ അരയ്ക്കാനായിട്ടുള്ള മാങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് മാങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങയ്ക്കകത്തേക്ക് മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് അരയ്ക്കല്ല, മിക്സ് ചെയ്യുന്നത്. ഇങ്ങനെ മിക്സ് ചെയ്യുന്നു. ഒരു മധുരം കിട്ടാൻ വേണ്ടി മാത്രം അത്രയും ഒരു കാൽഭാഗം ഞാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി അടച്ച് വെച്ച് ഫ്രിഡ്ജിനകത്ത് കയറ്റി. അയ്യോ, അതോട്ട് പോയി. ചെറുതായിട്ടൊന്ന് ഞെക്കി കൂടിപ്പോയി. പക്ഷെ ഒന്നും പറ്റിയൊന്നുമില്ല. ഞാൻ ചിൻ്റെ വിരൽ മുറിഞ്ഞു പോയില്ല. അപ്പം ഞാനിതൊന്ന് അരച്ചിട്ട് കാണാം. സാധനമെല്ലാം ഞാൻ മിക്സ് ചെയ്ത് എല്ലാം ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് ഇളക്കിയാൽ മതി. ഇളക്കുന്നത് നമുക്ക് നോക്കാം. ഞാനൊരു കയ്യിൽ ക്യാമറ പിടിച്ചാണ് ഇളക്കുന്നത്. അപ്പോൾ താഴെ പോകുന്നുണ്ടോയെന്ന് സൂക്ഷിച്ച് വേണം ഇളക്കാൻ. ഒരു ഭംഗിക്ക് അങ്ങ് വരുന്നില്ല. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ആ പാങ്ങൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ രസമാണ്. ആ കട്ടയൊക്കെ അങ്ങ് ഉടഞ്ഞ് മാങ്ങയുടെ മാങ്ങാപ്പഴത്തിൻ്റെ പൾപ്പിൻ്റെ കട്ടിയാത്. അതും മാങ്ങയുടെ പൾപ്പും സാഗോയും മിൽക്ക് മെയ്ഡും തേങ്ങാപ്പാലും എല്ലാം കൂടെ ആയിട്ടുള്ളൊരു ഭംഗി. എന്താ രസം നോക്കി. എനിക്കൊന്ന് ഇളക്കട്ടെ. കിട്ടുക്കാച്ചി കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ.
അടിപൊളി. ലേശം ഒരു മധുരവും കൂടി ഉണ്ടെങ്കിൽ, ലേശം ഒരു മധുരത്തിൻ്റെ കുറവുണ്ട്, ലേശം ഒരു മധുരം കൂടി ഉണ്ടായാൽ, അപ്പം ഞാൻ മധുരം ഇട്ട് കഴിഞ്ഞിട്ട് ലേശം ഒരു ശകലം മധുരത്തിൻ്റെ കുറവുണ്ട്. അപ്പം ഞാനത് പഞ്ചസാര ഇടാൻ പോട്ടോ. അപ്പം കറക്റ്റാണ്. ഇത് തീരെ തരിതരിയായിട്ടുള്ള പഞ്ചസാര. അപ്പം ഇച്ചിരി ഇരട്ടി ഇട്ടെങ്കിലേ ഇതിൻ്റെ ആ മധുരത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് സാധനത്തിലേക്ക് വരുള്ളൂ. നമ്മുടെ നാട്ടിലെ കൂട്ട് മധുരമുള്ള അല്ല, നാട്ടിലെ കൂട്ട് പഞ്ചസാരയല്ല ഇതിൻ്റെ അകത്ത് ഇവിടെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നത്. അപ്പം നാട്ടിലത്തെ അല്ലെങ്കിൽ ശകലം മധുരം കുറവുണ്ടെന്ന് പറഞ്ഞാലും ഇവിടെ മധുരമല്ല പഞ്ചസാര നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ ഇട്ടെങ്കിലേ ആ ശക്കലമുള്ള കുറവൊന്ന് നികന്നു വരുള്ളൂ. അടിപൊളി. നോക്കി സാഗോയൊക്കെ ഇതുപോലെ ശരിക്കും യൂട്യൂബിൽ കാണുന്ന പോലൊക്കെ തന്നെയാട്ടോ ഇതിൻ്റെ ടെക്സ്ചർ വന്നിരിക്കുന്നത്. ഇങ്ങനെ സാഗോ ഇങ്ങനെ പദമാതിരി കാണുന്നുണ്ടോ? ഞാൻ കാണിക്കാവേ. പഞ്ചസാരയും കൂടി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ. ഞാൻ അടുപ്പിച്ച് കാണിച്ചു തരാം. ആ സാഗോ ഇങ്ങനെ ഈ പത പോലെ കിടക്കുന്ന സാഗോയാണ്. കണ്ടോ? ഇത് കണ്ടോ? സാഗോ ഇങ്ങനെ ചൗവരി കിടക്കുന്നത്. സാഗോ എന്ന് പറഞ്ഞാൽ ചൗവരി. ഇതൊന്ന് മാംഗോ സാഗോയെ കുറിച്ച് അഭിപ്രായം പറ. കഴിച്ചിട്ട് നന്നായിരുന്നു. ഇനി ഇതുപോലെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഇപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോ എടുത്ത് വരുന്നോടം വരെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.